തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്തിലെ ഒരു പകൽ വീട്, തൃത്താല ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ആ പകൽ വീടിന്റെ വിശേഷങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ പറയുന്നത്. വാ, നമുക്ക് ആ പകൽ വീടിന്റെ വിശേഷങ്ങളൊന്ന് കാണാം. ഇവിടെ ഞങ്ങൾക്ക് 52 രജിസ്ട്രേഷൻ ഉണ്ട്. പിന്നെ സ്ഥിരമായിട്ട് വരുന്ന 32 ഇന്നിപ്പോൾ കുറവാണ്. എന്താ വെച്ചാൽ വരുമ്പടിയൊക്കെ വെള്ളത്തിൽ മുങ്ങിയിട്ട് അങ്ങനെ അതുകൊണ്ടാണ് വരാത്തത്. 86-88 വയസ്സുള്ളവർ വരെ ഇവിടെ വരുന്നുണ്ട്. ഞങ്ങൾ വയ്യ അവർ വരണ്ടാച്ചാലും പിറ്റത്തെ സാധ്യം അവരായിരിക്കും ഇവിടെ എത്തുക. പിന്നെ ഞങ്ങൾക്ക് ബ്ലോക്കും പഞ്ചായത്തും എല്ലാവരും ഞങ്ങളുടെ കൂടെ പൂർണ്ണ സഹകരണം ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവരെല്ലാം ഒറ്റ ഇതുപോലെയാണ്. കഷ്ണങ്ങൾക്ക് ഒരു വീട്ടിൽ നമ്മളെങ്ങനെയാണ് എല്ലാവരും അതേപോലെ ഇവിടെ ഒരു പകൽ വീട്ടിലേക്ക് വന്നാന്നുള്ള ഫീലേ ഇല്ല. നമ്മളെ വീട്ടിൽ തന്നെ എങ്ങനെയാണ് അതേപോലെ. സാധാരണയുള്ള ഈ ഒറ്റപ്പെട്ട ജീവിതത്തിൽ നിന്നുള്ളൊരു വേർതിരിവാണ്. ഇവിടെയുള്ള പല തരത്തിലുള്ള ജനങ്ങളുമായി കൂടി ചേർന്നുകൊണ്ട് പാട്ടും കളികളും മറ്റു ഭക്ഷണവും എല്ലാ കാര്യങ്ങളുമായിട്ട് അവർ സഹകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഒരുപാട് വേദനകളും യാതനകളും മറക്കാനും നമുക്ക് പുതിയൊരു ഉണർവ് നൽകാനും ഈ പകൽ വീട് ഒരുപാട് ഉപയോഗപ്പെടുന്നുണ്ട്. എത്രയായിട്ട് ഭക്ഷണം കഴിക്കുക, അതുപോലെ തന്നെ ഈ പഞ്ചായത്ത് മുഖേന ഉള്ള എല്ലാ സഹായവും നമുക്കുണ്ട്. അടുത്തന്നെയാണ്. നിങ്ങളൊക്കെ ഇവിടെ അടുത്തുള്ള ആൾക്കാരാണോ? ആ, അതറിയാം. നിങ്ങളെ അറിയാത്ത ആൾക്കാരില്ലല്ലോ. എല്ലാവരും നെല്ലിക്കാട്ടിക്കാണ്. എല്ലാവരും രാവിലെ എത്തൂല്ലേ? രാവിലെ 9 മണിക്ക് എത്തും. നിങ്ങളെല്ലാവരും ഇപ്പൊ നിങ്ങള് വീടിനേക്കാ വലിയൊരു ബന്ധമായി ഇവിടെ ഉള്ള വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. പരസ്പരം എല്ലാവരും സന്തോഷത്തോടല്ലേ? ഹാപ്പി അല്ലേ? സന്തോഷാണ്. ഉഷാറാണ്. ആരൊക്കെ ഉണ്ട് വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് മകളുടെ ഒരു കുട്ടിയുണ്ട്. അവരൊക്കെ എന്താ പറയാറ്? ഇങ്ങനെ ഇതിലേക്ക് അവര് പോരാനാണ് പറയണത്. അതെ, ശങ്കരനാരായണൻ ഇവിടെ തന്നെയാണല്ലോ വീട് അല്ലേ? അപ്പൊ എങ്ങനെയാണ് ഇവിടുത്തെ ജീവിതമൊക്കെ? അടിപൊളിയാണോ? സന്തോഷാണ്. രാവിലെ സുഖമായിട്ടുള്ള സന്തോഷാണ് അല്ലേ? സ്ഥിരം ഇവിടെ വരാറുണ്ടല്ലേ? 6 ദിവസങ്ങൾ വരവില്ല. കഴിഞ്ഞ ആഴ്ച വന്നിട്ടുണ്ടായിരുന്നു. കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ പോണു. എല്ലാവരും വരുന്നുണ്ട്. ഹാപ്പിയാണ്. ഇവിടുത്തെ സ്റ്റാഫുകളൊക്കെ നമ്പർ 1. മേഡൊക്കെ നല്ല അല്ല, മേഡം നമ്പർ 1 ആണെന്ന് എനിക്ക് മനസ്സിലായി. ഞങ്ങൾക്ക് വന്നപ്പോ തന്നെ ചോറ് കഴിച്ചിട്ടേ പോകാൻ പാടുള്ളൂ എന്നാണ് പറഞ്ഞത്. ആ, ഭക്ഷണം കഴിച്ചിട്ടേ പോകാൻ പാടുള്ളൂ. അപ്പൊ അങ്ങനെ പറയുമ്പോ തന്നെ നമുക്ക് ആ ഒരു ഇത് മനസ്സിലാവുമല്ലോ. പ്രധാനപ്പെട്ട കാരണം എന്താ പറയുക, സാറത്തക്കടെ പാട്ട് ഞങ്ങൾ കേട്ടു. ഒരു വീഡിയോയില് ഒരു പാട്ട് നിങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് പാടുമ്പോ അതിലൊരു പാട്ട് അടിപൊളിയായിട്ട് കേട്ടു ഞങ്ങള്. അപ്പൊ ഇവരൊക്കെ എത്ര വലിയ പാട്ടുകാരാണെന്ന് നമുക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത് ഈ പാട്ട് കേട്ടപ്പോഴാണ്. അതെനിക്ക് അങ്ങനെ എങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി. അബദ്ധം പറ്റിപ്പോയതാണ്. സന്തോഷമാണല്ലോ പാടുന്നത്. അതപ്പോ പാടിപ്പോവും. ആ പാട്ട് കേട്ടപ്പോൾ ഞങ്ങൾക്കും മനസ്സിലായെന്നറിയോ, നിങ്ങൾ ഇവിടെ ഭയങ്കര സന്തോഷത്തില് അല്ല ഹാപ്പിയുള്ള ഒരു മൂഡിലാണല്ലോ നമുക്ക് പാട്ട് പാടാൻ പറ്റുക. എന്താ പറയാനുള്ളത്? സന്തോഷം. എല്ലാവരും സന്തോഷത്തിലേക്കും ഇവിടെ വന്ന പാട്ട് പാടാത്തവര് പാടിക്കോളും. ചില്ലുമേടയിലിരുന്നെ കല്ലെറിയല്ലേ പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് തലചായ്ക്കാൻ മണ്ണിലിടമില്ല, ഈ മണ്ണിലിടമില്ല. പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് തലചായ്ക്കാൻ മണ്ണിലിടമില്ല, ഈ മണ്ണിലിടമില്ല. എവിടെ നിന്നോ വന്നു ഞാൻ, എവിടേക്കോ പോണു ഞാൻ, എവിടെ നിന്നോ വന്നു ഞാൻ, എവിടേക്കോ പോണു ഞാൻ. വിളക്കുമരമേ വിളക്കുമരമേ വെളിച്ചമുണ്ടോ
കയ്യിൽ വെളിച്ചമുണ്ടോ? പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രനു തല ചായ്ക്കാൻ മണ്ണിലിടമില്ല, ഈ മണ്ണിലിടമില്ല. ഐശ്വര്യശ്രീ കുടുംബശ്രീയുടെ ഒരാളിവിടെ ഉണ്ട്. നിങ്ങൾ സ്ഥിരമായിട്ട് ഇവിടെ വന്നിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി നല്ല അടിപൊളി ചോറൊക്കെ ഒന്ന് ഞങ്ങൾക്ക് തന്നു. അപ്പോൾ അവരെ നമുക്ക് എന്താണ് കാര്യങ്ങളെന്ന് ചോദിക്കാം. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നിങ്ങളുടെ കുടുംബശ്രീയാണ്. എങ്ങനെയുണ്ട് ഇവിടുത്തെ ഇവരുമായിട്ടുള്ള സമ്പർക്കം? ഇവിടെ വന്ന മനസ്സിന് സന്തോഷമാണ്. എന്ത് വിഷമമുണ്ടെങ്കിലും ഇവിടെ എത്തിയാൽ നമുക്ക് ഒന്നുമില്ല, നല്ല സന്തോഷം. ഈ രാവിലെ വന്നിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് പിന്നെ ഉച്ചവരെയൊക്കെ എന്താണ് ഇവിടെ ആക്ടിവിറ്റീസ്? എന്താണ് നിങ്ങൾ ചെയ്യുക? വെറുതെ ഇരിക്കുകയാണോ? ഇവര് പാട്ട് പാടും, ഞങ്ങൾക്ക് പണിയുണ്ടാവും അടുക്കളയിൽ. ഇവര് അടിപൊളിയായി പാട്ട് പാടും. ഒന്ന് അവിടെ നിന്ന് കേൾക്കാനേ വരില്ല, ഇവിടെ നിന്ന് കാണാൻ തരില്ല, കാരണം നമ്മൾ അടുക്കളയിലല്ലേ. നല്ല ഇതിൽ ഏറ്റവും നന്നായി പാട്ട് പാടുന്ന ആളാരാ? ആരൊക്കെ ശരി, ആരൊക്കെയാണ് പാട്ട് പാടുന്നത്? അയ്യപ്പേട്ടൻ, വേലായുധേട്ടൻ, താമിയേട്ടൻ, ശങ്കരേട്ടൻ. ആരാ ആദ്യം പാടുക? ആരാ? അയ്യപ്പേട്ടൻ പാടുക അല്ലേ? പാട്ട് ബുക്കൊക്കെ റെഡിയാണ്. പിന്നെ പോസിറ്റീവ് എനർജിയാണ്. നമ്മളൊരു പാട്ട് എന്ന് പറയുമ്പോഴേക്ക് എല്ലാം റെഡി ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, റെഡി. പൂമേനിയാണ് ചന്ദനത്തളിൽ രസലളിതം, ചന്ദ്രോദയത്തിൻ്റെ കാന്തിയാണ് അവൾ, ചാരുറ്റ താരുണ്യ രാഗമാണ്. ചെമ്പകപ്പൂമേനിയാണ് ചന്ദനത്തളിൽ രസലളിതം, ചന്ദ്രോദയത്തിൻ്റെ കാന്തിയാണ് അവൾ, ചാരുറ്റ താരുണ്യ രാഗമാണ്. ചെമ്പകപ്പൂമേനിയാണ് ചന്ദനത്തളിൽ രസലളിതം, ചന്ദ്രോദയത്തിൻ്റെ കാന്തിയാണ് അവൾ, ചാരുറ്റ താരുണ്യ രാഗമാണ്. ചെമ്പകനാളിൽ കാത്തുമൂളി ഉമ്മയരികിൽ ചെന്നു കൊഞ്ചി, ഉമ്മായെനിക്കുന്നൊരാശയാണ് പൂമ്പുന്നാര പൂമര കാഴ്ച കാണാൻ. ചെമ്പകപ്പൂമേനിയാണ് ചന്ദനത്തളിൽ രസലളിതം. സമൂഹത്തിൽ പ്രായം ചെന്നാൽ ഒരുവിധം ആളുകൾക്ക് ഒരു ബാധ്യതയായിട്ട് കാണുക. നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ്. പ്രായം ചെല്ലുന്നിടത്തോളം അവരെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ നമ്മുടെ ഒരു കുടുംബത്തിന് പോലും താങ്ങാൻ പറ്റാത്തൊരവസ്ഥയായി വരുമ്പോഴാണ് സർക്കാരിൻ്റെ നേതൃത്വത്തിൽ വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പാർക്കും ക്യാമ്പുകളും അതുപോലെ സ്നേഹ വീടുകളും ഒക്കെ തയ്യാറാക്കുന്ന നിർദ്ദേശപ്രകാരം 2017 നമ്മുടെ പഞ്ചായത്തിൽ ഇതേപോലെ വയോജന സംഗമം തുടങ്ങിയതാണ്. ആദ്യം നമ്മൾ തുടങ്ങിയത് കക്കാട്ടുമനയിലായിരുന്നു. കക്കാട്ടുമന നമുക്ക് കണ്ടിട്ടുണ്ടാവും, ടൂറിസ്റ്റായിട്ട് മാറിയിരിക്കുന്നു. അതിനുശേഷം നമ്മുടെ കറുകപുത്തൂരുള്ള ഇപ്പോൾ പുതിയ പകൽ വീട്ടിലേക്ക് നമ്മൾ മാറി. ജില്ലാ പഞ്ചായത്തിൻ്റെ സഹായത്തോടു കൂടിയാണ്. അവിടെ തന്നെ 10-40 ആളുകൾ ആഴ്ചയിൽ 2 ദിവസമാണ് വരുന്നുണ്ട്. അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും പഞ്ചായത്ത് മാത്രം ചെയ്തു കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ തൃത്താല ബ്ലോക്ക് നമ്മുടെ വില്ലേജ് 1-ൽ ഇതേപോലെ ഞങ്ങളുടെ ആവശ്യം പറഞ്ഞുകൊണ്ട് തൃത്താല ബ്ലോക്കിൽ 2 വയോജന വീടുകൾ, അതുപോലെ തന്നെ പകൽ വീടുകൾ സ്ഥാപിക്കേണ്ടി വന്നു. ആനക്കരയിലും ഒന്ന് തിരുമറ്റക്കോടും. പക്ഷേ ഇതുവരെ നാളിതുവരെയായിട്ട് 2020 നിങ്ങൾക്കൊക്കെ അറിയാം, അവിടെ കെട്ടിടം കെട്ടിയിട്ട സമയം അവിടെ ഉണ്ട്. 2020 തുടങ്ങിയതാണെങ്കിലും ഒരിക്കലും നമുക്കതിൻ്റെ ഒരു തുറന്ന് പ്രവർത്തനത്തിനായിരുന്നില്ല. അപ്പോഴാണ് തിരുമറ്റക്കോട് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഞാൻ പ്രസിഡൻ്റായിരിക്കുന്നു, അദ്ദേഹം ക്ഷേമകാര്യ ചെയർമാനാണ്. ഇവരുടെയൊക്കെ നേതൃത്വത്തിൽ വൈസ് പ്രസിഡൻറ്റ് മനോഹരൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഞങ്ങൾ അനുവദിച്ച ഫണ്ട് ഞങ്ങൾ ഈ കെട്ടിടത്തിൽ ഇവരെ സംരക്ഷിക്കുന്നതിന് തയ്യാറാണ് എന്ന് പറയുകയും ഞങ്ങൾ പ്രത്യേക നിവേദനം കൊടുത്തപ്പോൾ ബ്ലോക്ക് പ്രസിഡൻറ്റും ബ്ലോക്ക് ഭരണസമിതിയും പ്രത്യേകിച്ച് നമ്മുടെ മുൻ മെമ്പറായിരുന്നു ഇവിടുത്തെ ജനാർദ്ദനേട്ടൻ, അദ്ദേഹമാണ് ഇവിടെ ഒരു കെട്ടിടം ഉണ്ടാക്കാൻ വേണ്ടി സഹായിച്ചത്. ഇപ്പോഴത്തെ പ്രസിഡൻ്റായിട്ടുള്ള അഡ്വക്കേറ്റ് VP റജീന വളരെയധികം നമ്മോട് സഹകരിച്ച് മുന്നോട്ട് പോകുന്ന ആളാണ്.
പരല് 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 പൂവാലി പരല് പരല് ഇന്നലെ നേരത്ത് പരല് വെള്ളത്തിലോടനല്ല പരല് 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 പൂവാലി പരല് പരല് ഇന്നലെ നേരത്ത് പരല് വെള്ളത്തിലോടനല്ല പരല് 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 പൂവാലി പരല് പരല് ഇന്നലെ നേരത്ത് പരല് വെള്ളത്തിലോടനല്ല. കാക്കണേ തുണക്കണേ ദൈവങ്ങളെ കാക്കണേ തുണക്കണേ ദൈവങ്ങളെ തെറ്റുകൾ കുറ്റങ്ങളുണ്ടായേക്കാം കാണികളെ നിങ്ങളത് ഓർത്തിടണേ താനോ താനോ താനിന്താനോ താനോ താനോ താനിന്താനോ. അവിടെ അവിടെ ഉണ്ട് പേര് കറുവത്തൂരിൽ പകൽ വീടുണ്ട്. ശനി ഞായർ ശനി ശരിയപ്പോ എല്ലാവരും നാളികേരത്തിൻ്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്, ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലായത് നിങ്ങളൊക്കെ കലാകാരന്മാരും കലാകാരികളുമാണ് അല്ലേ? വൈകുന്നേരങ്ങളിൽ അടിച്ചു പൊളിച്ച് പാട്ടൊക്കെ പാടി സന്തോഷിച്ചിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന ആളുകളാണെന്ന് മനസ്സിലായി. രണ്ട് കാര്യങ്ങളാണ് ഇവർ നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന്, ഇവർക്ക് ഒരു TV ഇവിടെ സമയം ചെലവഴിക്കാൻ ഇവർക്ക് ആവശ്യമുണ്ട്. അതുപോലെ ഒരു ക്യാരംസ്, ആ ക്യാരം ബോർഡ്, ആ ക്യാരംസ് TV, ഈ രണ്ട് കുറവാണ് ഇവരോട് പറഞ്ഞത്. പാട്ട് പാടാനുള്ള ഒരു മൈക്ക സംവിധാനം. ആരെങ്കിലും ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അങ്ങനെ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തുമായിട്ടോ അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റുമായിട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ നടത്തിപ്പുകാരോ അല്ലെങ്കിൽ ഞങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാൽ അത് നമുക്ക് അതും കൂടി ചെയ്തു കൊടുത്ത വലിയ സൗകര്യവും. അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോ കാണുക, വീഡിയോ ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള നമ്മുടെ രക്ഷിതാക്കളെ പോലെയുള്ള നമ്മുടെ രക്ഷിതാക്കൾ തന്നെയാണ് നമുക്കും നമ്മുടെ വീട്ടിലൊക്കെ പ്രായമുള്ള ആളുകളുണ്ട്. അപ്പോൾ അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്. എല്ലാവരും ഇത് കാണുക, ഈ വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക. അതിൽ നാരായണ കിളിക്കൂട് പോലുള്ളോർ 4 കലോലപ്പുരയുണ്ട്. നാളികേരത്തിൻ്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്, ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. നോമ്പും നോറ്റെന്നെ കാത്തിരിക്കും വാഴ കൂമ്പ് പോലുള്ളൊരു പെണ്ണുണ്ട്. ചാമ്പയ്ക്ക ചുണ്ടുള്ള ചന്ദന കവിളുള്ള ചാട്ടുള്ളി കണ്ണുള്ള പെണ്ണുണ്ട്. നാളികേരത്തിൻ്റെ